കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന നിഫ്റ്റി 50 ഇൻഡെക്സിൽ വരുന്ന മാറ്റം. കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ ഡാറ്റ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ ചില സമയങ്ങളിൽ ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടാകും. എന്നാൽ അതേപോലെ തന്നെയാണ് മാർക്കറ്റിൽ ചില സമയങ്ങളിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് മാർക്കറ്റ് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. മാർക്കറ്റിൽ അപ്പ് മൂവ്മെന്റ് വരുന്നത് ഗ്ലോബൽ ആയിട്ട് നടക്കുന്ന പോസിറ്റീവ് വാർത്തകളാണ് അല്ലെങ്കിൽ കമ്പനികളുടെ മികച്ച റിസൾട്ടുകളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസസ് ആണ് വരുന്നത് മാർക്കറ്റ് ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് പോകുന്ന സമയം. അതായത് മാർക്കറ്റിൽ സംഭവിക്കുന്ന കമ്പനികൾ പ്രഖ്യാപിക്കുന്ന മോശം റിസൾട്ടുകൾ ഇതിന് കാരണമാകാം. ഗ്ലോബൽ ആയിട്ട് നടക്കുന്ന ന്യൂസുകൾ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഉക്രൈൻ റഷ്യൻ വാർ, US റീസെന്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ള താരിഫ്, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് മാർക്കറ്റിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും, പ്രതികൂലമായിട്ട് ബാധിക്കും. മാർക്കറ്റ് താഴോട്ട് വീഴാൻ തുടങ്ങും. ഈ സമയങ്ങളിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മുകളിലോട്ട് കയറണം, ഡെഫിനറ്റ്ലി കയറണം. എന്നാൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത്, താഴോട്ട് വരുന്ന സമയത്ത് ആ മാർക്കറ്റ് വരുന്നതിനോടൊപ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ടത്. ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്ക് മികച്ച റിട്ടേൺ നമുക്ക് ഓവർ ദ ഇയേഴ്സ് തരുന്നത്. ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഓൾ സീസൺസ് മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കാം. അതായത് മാർക്കറ്റിന്റെ അപ്സൈഡിലും മാർക്കറ്റിന്റെ ഡൗൺ സൈഡിലും നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ തരുന്നു, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്. ഡൗൺ സൈഡിലോട്ട് പോകുമ്പോൾ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ തരുന്നു, അപ്സൈഡിലോട്ട് പോകുമ്പോൾ മാർക്കറ്റിന്റെ മൊമെന്റം ക്യാച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള ഫണ്ടുകൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലെ കോർ പോർട്ട്ഫോളിയോ ഫണ്ടുകളായിരിക്കണം. കോർ പോർട്ട്ഫോളിയോ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് SIP ആയിട്ടോ ലംസമായിട്ടോ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഫണ്ടുകൾ നമുക്ക് മികച്ച റിട്ടേൺ ഓവർ ദ ഇയേഴ്സ് നമുക്ക് തരും. സോ ഇങ്ങനെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് ഈ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു പാരാമീറ്റർ ആണ് മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ. മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ച് അപ് ട്രെൻഡ് ആവാം, ഡൗൺ ട്രെൻഡ് ആവാം, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ സഹിതം പറയാം. മാർക്കറ്റ് 1% മുകളിലോട്ട് പോയാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടും 1% മുകളിലോട്ട് പോകണം. മാർക്കറ്റ് 1% താഴോട്ടാണ് വീഴുന്നെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് 0.7 0.6 താഴോട്ട് വീഴാൻ പാടുള്ളൂ. അതായത് അതിന്റെ ഡൗൺ സൈഡിലുള്ള പ്രൊട്ടക്ഷൻ കൂടുതലാണ്, മാർക്കറ്റിനോടൊപ്പം വീഴുന്നില്ല. ഇങ്ങനെയുള്ള ഈ അനാലിസിസ് നടത്തുന്നത് മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്കൊരു 2-3 എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് എങ്ങനെയാണ് മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ നോക്കിക്കൊണ്ട് നമുക്ക് നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് ഇതിൽ നിന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ടേംസ് അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട ഫോർമുലകൾ, അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ, ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ. അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫണ്ട് റിട്ടേൺ ഇൻ അപ്പ് മാർക്കറ്റ് ഡിവൈഡഡ് ബൈ ബെഞ്ച് മാർക്ക് റിട്ടേൺ ഇൻ അപ്പ് മാർക്കറ്റ് ഇൻറ്റു 100. ഇങ്ങനെയാണ് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ. അതായത് ഫണ്ട് റിട്ടേൺസ് ഇൻ ഡൗൺ മാർക്കറ്റ് ഡിവൈഡ് ബൈ ബെഞ്ച് മാർക്ക് റിട്ടേൺസ് ഇൻ ഡൗൺ മാർക്കറ്റ്സ് ഇൻറ്റു 100. ഇത് മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. എങ്ങനെയാണ് ഈ റേഷ്യോയിലോട്ട് നമ്മൾ എത്തുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രം. നമുക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ. നമ്മൾ 3 ഫണ്ടുകളാണ് ഇവിടുത്തെ ഈ അനാലിസിസിന് വേണ്ടി അല്ലെങ്കിൽ മികച്ചത് കണ്ടെത്താൻ, മികച്ച റിട്ടേൺ തരുന്ന ഫണ്ടുകൾ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കോണ്ട് ഫ്ലെക്സി ക്യാപ്പ്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ്, കൊടക് ഫ്ലെക്സി ക്യാപ്പ്. ഇത് 3ഉം ഫോളോ ചെയ്യുന്നത് നിഫ്റ്റി 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ബെഞ്ച് മാർക്കിനെയാണ്. ഈ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള വർഷമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടേബിളിന്റെ ഹെഡിങ് ഇയർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇയർ 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷത്തെ ഇതിന്റെ ഡൗൺ സൈഡ് ആൻഡ് അപ് സൈഡ് റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യുന്നു, വിച്ച് കോൾഡ് ക്യാപ്ചർ റേഷ്യോ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് ഓരോ ഫണ്ടിനും അപ്സൈഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഓരോ ഫണ്ടിനും ഡൗൺ സൈഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു.
ഇനി ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഡൗൺ സൈഡ് വാല്യൂ, ഇതാണ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും, ഒരു എക്സാമ്പിൾ എടുത്ത് ഫസ്റ്റത്തെ കാര്യം മാത്രം പറയാം. കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 70 എന്ന് പറഞ്ഞാൽ 70%. അതായത് മാർക്കറ്റ് 100% മുകളിലോട്ട് പോയാൽ ഈ ഫണ്ട് 70% പോവുള്ളൂ എന്നർത്ഥം. വേറെ രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റ് 1% മുകളിലോട്ട് പോയാൽ ഈ ഫണ്ട് 0.7% മുകളിലോട്ട് പോവുള്ളൂ. എന്നാൽ താഴോട്ട് വരുന്ന കേസ് എടുത്താലോ, മാർക്കറ്റ് 100% താഴോട്ട് വരുന്ന സമയത്ത് ഈ ഫണ്ട് 122% താഴോട്ട് വരും. അപ്പൊ താഴോട്ട് വരുന്ന സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റ് 1% താഴോട്ട് വരുമ്പോൾ ഈ ഫണ്ട് 1.22% താഴോട്ട് വരും. അപ്പൊ താഴോട്ട് വരുന്ന സ്പീഡ് ഇത് വളരെ കൂടുതലാണ്. എന്നാൽ മേലോട്ട് അത്ര സ്പീഡ് പോകുന്നില്ല. അപ്പൊ കഴിഞ്ഞ ഒരു വർഷം നമുക്കറിയാം മാർക്കറ്റ് നല്ലൊരു മൂഡിലല്ല, മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപ്ചർ റേഷ്യോ എന്ന് പറയുന്നത് 70/122.57. അതൊരു ബാഡ് വാല്യൂ ആണ്. ക്യാപ്ചർ റേഷ്യോ മിനിമം 1ന് മുകളിൽ നിൽക്കണം. അതാണ് ആ ഫണ്ടിന്റെ ഏറ്റവും നല്ല ഫണ്ടിനുള്ള അടയാളം. കാരണം മാർക്കറ്റ് മേലെ പോകുമ്പോൾ ഈ ഫണ്ടേറ്റ പോകുന്നില്ല, എന്നാൽ മാർക്കറ്റ് താഴെ പോകുമ്പോൾ അതിനേക്കാൾ സ്പീഡ് താഴോട്ട് വരുന്നു എന്നുള്ളത് ഒരു ബാഡ് പെർഫോമർ ആണ്. സോ ഈ കേസിൽ മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ 0.57 കോണ്ട് ഫ്ലെക്സി ക്യാപ്പിനുള്ളൂ. സോ കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഇതിൽ നമുക്ക് ലൂസർ ആണ്. ഇനി ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എടുക്കാം, കൊടക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എടുക്കാം. ഇതിൽ രണ്ടിലും 1.06 1.07. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇതിൽ ഈ ഫണ്ട് 1 ഇയർ എടുത്താൽ അതിൽ വിന്നർ ആണ്. അതേപോലെ തന്നെ കോണ്ട് ഫ്ലെക്സി ക്യാപ്പും ഇതിൽ വിന്നർ ആണ്. സോ 1 ഇയർ ഡാറ്റ മനസ്സിലായി. നമുക്ക് 1 ഇയർ കൊണ്ട് ഒരു ഫണ്ടിനെ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്തിട്ട് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇനിയും അടുത്തടുത്ത ഡാറ്റാസ് നോക്കണം. സോ നമുക്ക് അടുത്ത വർഷത്തെ ഡാറ്റയിലോട്ട് പോവാം. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഡാറ്റ ആണ് ഇനി നമ്മൾ എടുക്കുന്നത്. 3 വർഷത്തെ ടേബിൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 വർഷത്തെ ഡാറ്റ നോക്കാം. കോണ്ട് ഫ്ലെക്സി ക്യാപ്പ്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ, കൊടക് ഫ്ലെക്സി ക്യാപ്പ്. സോ 3 വർഷത്തെ ഡാറ്റയിൽ ക്യാപ്ചർ റേഷ്യോ 1.02 ഉണ്ട് കോണ്ട് ഫ്ലെക്സി ക്യാപ്പിന്. ഓക്കെ എന്ന് പറയാം. എന്നാൽ ഫ്രാങ്ക്ലിൻ ഇന്ത്യക്ക് വളരെ കൂടുതലാണ്, 1.2 ആണ്. അപ്പൊ ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഡെഫിനറ്റ് ആയിട്ട് ഈ ടേബിളിലെ വിന്നറാണ്, ഹയസ്റ്റ് സ്കോർ വാങ്ങിയിരിക്കുന്ന വിന്നറാണ്. കൊടക് ഫ്ലെക്സി ക്യാപ്പ് 1.01, കുഴപ്പമില്ല, മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ വിന്നറാണ്. സോ ഇത് വിന്നറാണ്, ഉറപ്പിക്കുന്നു. ഇനി കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് നമുക്ക് ലൂസർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ 1ന് മുകളിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എന്നെ വൈറ്റ് കളറിൽ നിർത്തുന്നു. കാരണം ബാക്കി രണ്ടും നല്ലത് കൊടുത്തുകൊണ്ട് അതിനെ ഗ്രീൻ കളറിലോട്ട് മാറ്റുന്നു. അപ്പൊ 3 വർഷത്തിൽ നമുക്ക് മനസ്സിലായി ഫ്രാങ്ക്ലിനും കൊടക്കും നല്ലതാണ്. ഒരു വർഷത്തെ ഡാറ്റ എടുത്തപ്പോഴും നമുക്ക് മനസ്സിലായി ഫ്രാങ്ക്ലിനും കൊടക്കും നല്ലതാണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ 5 വർഷത്തെ ഡാറ്റയിലോട്ട് പോകണം. 5 വർഷത്തെ ഡാറ്റ എടുത്ത് പരിശോധിക്കാം. 5 വർഷത്തെ ടേബിൾ റെഡിയാണ്. 5ാമത്തെ വർഷം ഈ 3 ഫണ്ടിനെ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യുന്നു. 5 വർഷം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് വിന്നറാണ്, ഡൗട്ട് ഇല്ല, കാരണം ഹയസ്റ്റ് സ്കോർ വാങ്ങിയിട്ടുണ്ട്. ബട്ട് ഫ്രാങ്ക്ലിനും ഹയസ്റ്റ് സ്കോർ വാങ്ങിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 1.2. രണ്ടും റിട്ടേൺ ആണ്. പക്ഷെ 1ന് താഴെ വന്നാൽ അത് ഡെഫിനറ്റ്ലി ലൂസർ ആണ്. അത് നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നേ ഇല്ല. സോ കൊടക് ഈസ് എ ലൂസർ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഈ 5 വർഷത്തെ ഡാറ്റ എടുത്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 5 വർഷം 1ാമത്തെ വർഷത്തെ ലൂസർ കോണ്ട് ഫ്ലെക്സി ക്യാപ്പിന് ഒരു ലൂസർ സംഭവിച്ചു, അതായത് ഒരു നെഗറ്റീവ് വന്നു, റെഡ് കളർ. പക്ഷെ 3ാമത്തെ വർഷം എടുത്തപ്പോൾ ആരും അത്ര കണ്ട് നെഗറ്റീവ് വന്നില്ല. പക്ഷെ അതിൽ ടോപ്പർ ഫ്രാങ്ക്ലിൻ ആയിരുന്നു, അല്ലെ? ഇനി 5ാമത്തെ വർഷം എടുത്തപ്പോൾ 5ാമത്തെ വർഷം എടുത്തപ്പോൾ എന്ത് കണ്ടു? കൊടക്കിന് നെഗറ്റീവ് വന്നു. അപ്പൊ കോണ്ടിന് ഒരു പ്രാവശ്യം നെഗറ്റീവ് വന്നിട്ടുണ്ട്, കൊടക്കിനും ഒരു പ്രാവശ്യം നെഗറ്റീവ് വന്നിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവ് വരാത്ത ഒരേ ഒരാൾ ആരാണ്? ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ്. ഇവിടെ 1.2 ഉണ്ട്, ഇവിടെ വന്നപ്പോൾ ഫ്രാങ്ക്ലിൻ 1.21 ഉണ്ട്. 3 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ, ഒരു വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ 1.06 ഉണ്ട്. അപ്പൊ 1 മുതൽ 5 വർഷം വരെ അല്ലെങ്കിൽ ഒരു 8 വർഷം വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓൾ സീസൺ ഫണ്ട്, എല്ലാ സീസണുകളിലും മാർക്കറ്റ് താഴെ പോയാലും മുകളിൽ പോയാലും കൺസോൾട്ടേഷൻ ഫേസിലും ഒക്കെ നല്ല പെർഫോമൻസ് കൊടുക്കുന്നത് ഈ 3 ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്ത്യ എന്ന് പറയാം. കാരണം ഫ്രാങ്ക്ലിൻ എന്നൊക്കെ ഒറ്റ ലൂസറും ഇല്ല, ഒറ്റ റെഡ് കളറും ഇല്ല. എല്ലാ ഫ്രാങ്ക്ലിൻ ഇന്ത്യന്റെ കേസിലും റെഡ് കളർ ഗ്രീൻ കളർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. സോ അതൊരു മികച്ച ഫണ്ടാണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റും ഈ ഫണ്ടുകളെല്ലാം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2008, 94, 2009. ഇങ്ങനെ പറയുമ്പോൾ ഈ ഫണ്ടിന് ഇനിയും ഡാറ്റ അവൈലബിൾ ആണല്ലോ. ഓക്കെ, 10 വർഷത്തെ ഡാറ്റ ഒന്ന് എടുത്തു നോക്കാം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നോക്കിയത് എത്ര വർഷത്തെ ഡാറ്റ? ടേബിളിന്റെ ഹെഡിങ് ഇവിടെ ഉണ്ട്, 5 വർഷത്തെ ഡാറ്റ. നമുക്ക് 10 വർഷത്തെ ഡാറ്റ എടുത്തു നോക്കാം. സോ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാം. 10 വർഷത്തെ ടേബിൾ ഇതാ, 10 വർഷത്തെ ടേബിൾ. 10 വർഷത്തെ ടേബിൾ എടുത്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ഔട്ട് പെർഫോമർ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി
കോണ്ടാണ്. കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഒരു ഔട്ട് പെർഫോമർ ആണ്. പക്ഷേ ഫ്രാങ്ക്ലിനും നല്ലതാണ്, കൊടക്കും നല്ലതാണ്. പക്ഷെ ഫ്രാങ്ക്ലിനെയും കൊടക്കിനെയും അപേക്ഷിച്ച് കോണ്ട് വളരെ ദൂരം മുന്നിലാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഫ്രാങ്ക്ലിൻ ഇന്ത്യക്കും കൊടക്കിനും നമുക്ക് റെഡ് കളർ കൊടുക്കാൻ പറ്റില്ല. റെഡ് കളർ കൊടുക്കുന്നത് 1 താഴെ വരുമ്പോഴാണ്. 1 ആണ് നമ്മുടെ ലെവൽ. ആ ലെവലിന് താഴെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണ്, അത് ലൂസറാണ്. പക്ഷെ ഇവിടെ ലൂസർ അല്ല, ബട്ട് വിന്നറും അല്ല, അതിന്റെ ഇടക്ക് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് വൈറ്റ് കളർ നിർത്തുന്നു. സോ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യത്തെ 1 മുതൽ 5 വർഷം വരെ ഡാറ്റ എടുക്കുമ്പോൾ കോണ്ടിന് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, പിന്നെ കൊടക്ക് എടുത്തു കഴിഞ്ഞാൽ കൊടക്കിനും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവ് വരാത്ത ഒരേ ഒരാൾ ആരാണ്? ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. എന്നാൽ നിങ്ങൾ 10 വർഷമോ അതിന് മുകളിലോട്ടോ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ആണ്. കാരണം 10 വർഷത്തിന് മുകളിലോട്ട് വരുമ്പോൾ കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഔട്ട് പെർഫോം ചെയ്യുന്നു, എല്ലാരേക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്നു. പക്ഷെ 5 വർഷം മുതൽ 8 വർഷം വരെ എടുക്കുമ്പോൾ കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഒരു നല്ല ഓപ്ഷൻ അല്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ആപ്പിലോ ആരെങ്കിലും പറയുന്നതായിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നതിലല്ല കാര്യം, നമ്മുടെ എത്ര ഡ്യൂറേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ നമ്മൾ എടുക്കണം. ഇപ്പൊ 5 വർഷമാണെങ്കിൽ ഈ ടേബിൾ പ്രകാരം ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഒരു ബെസ്റ്റ് ഫണ്ടാണ്. എന്നാൽ നിങ്ങൾ 15 വർഷമോ 12 വർഷമോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻ ഇന്ത്യ അല്ല അവിടുത്തെ ബെസ്റ്റ് ഫണ്ട്, കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ആണ്. ഈ തിരിച്ചറിവ് നമ്മൾ ഡാറ്റ വെച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് അത് നമ്മൾ എത്ര ഡ്യൂറേഷൻ ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുമായിട്ട് വളരെ കോറിലേറ്റഡ് ആണ്, വളരെ കണക്റ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ എടുത്ത് കാര്യം പറയാം. 5 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ 5 വർഷത്തേക്ക് വേണ്ടി ഞാനൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 വർഷ കാലയളവിനുള്ളിൽ മാർക്കറ്റ്സ് അപ്സൈഡ് വരാം, ഡൗൺ സൈഡ് വരാം. ആ സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് കൊടുക്കുന്ന ഫണ്ട് ആയിരിക്കണം നമുക്ക് വേണ്ടത്. മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ എല്ലാ സമയങ്ങളും 1ന് മുകളിൽ നിൽക്കുന്ന ഫണ്ട് ആയിരിക്കും വേണ്ടത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതുപോലെ 1 ഇയർ 3 ഇയർ 5 ഇയർ ഫ്രെയിം എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഫ്രാങ്ക്ലിൻ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് 1 വർഷത്തിലും 3 വർഷത്തിലും 5 വർഷത്തിലും നമുക്ക് ഗ്രീൻ സിഗ്നൽ തന്ന വിന്നർ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇതേ കാലയളവ് എടുത്ത സമയത്ത് നമുക്ക് കണ്ടു കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് 1 ഇയറിൽ നെഗറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലൂസർ ആയിരുന്നു. എന്നാൽ 3 ഇയേഴ്സ് ഡാറ്റ എടുത്ത സമയത്ത് 5 ഇയേഴ്സ് ഡാറ്റയും എല്ലാ ഡാറ്റയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത സമയത്ത് കോണ്ടിനും അതേപോലെ കൊടക് ഫ്ലെക്സി ക്യാപ്പിനും നെഗറ്റീവ് മാർക്ക് വന്നു, അല്ലെങ്കിൽ ലൂസേഴ്സ് ആയി മാറി. പക്ഷെ ഈ 3 ടൈം ഫ്രെയിമിലും വിന്നർ ആയിട്ട് നിന്നത് ഫ്രാങ്ക്ലിൻ ഫ്ലെക്സി ക്യാപ്പ് ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഫണ്ടുകളാണ് ഏത് മാർക്കറ്റ് സാഹചര്യത്തെയും മറികടന്ന് മികച്ച SIP റിട്ടേൺസ് തരാൻ നമ്മളെ സഹായിക്കുന്നത്. സോ നമുക്ക് 5 വർഷമാണ് നമ്മളെ ഗോളെങ്കിൽ ഈ ഫണ്ടുകൾ ചൂസ് ചെയ്യാം. 10 വർഷം 15 വർഷം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 2 ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി വരും. ഒന്ന് കോണ്ട് ഫ്ലെക്സി ക്യാപ്പിലോട്ട് പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ ഫ്ലെക്സി ക്യാപ്പിലോട്ട് പോകാം. കാരണം ഫ്രാങ്ക്ലിൻ ഫ്ലെക്സി ക്യാപ്പ് 10 ഇയേഴ്സ് ഡാറ്റ എടുത്താലും 5 ഇയേഴ്സ് എടുത്താലും 3 ഇയേഴ്സ് എടുത്താലും എപ്പോഴും അതിന്റെ ക്യാപ്ചർ റേഷ്യോ 1ന് മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു. അതായത് ഇതൊരു ഓൾ സീസൺ ഫണ്ട് ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിൽക്കും. നമുക്ക് ഏത് സമയത്തും കൺസിസ്റ്റന്റ് റിട്ടേൺ ആയിട്ട് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ തരും. ഇത് നിർബന്ധമായിട്ടും നമ്മുടെ കോർ പോർട്ട്ഫോളിയോയിൽ വേണം. സോ മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മാർക്കറ്റ് ക്യാപ്ചർ റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് നല്ല പോർട്ട്ഫോളിയോസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ പല കമന്റ്സുകളുടെയും പല വിഷയങ്ങൾ നമ്മുടെ അടുത്ത് ഡൗട്ട്സുകളായിട്ടും ക്ലാരിഫിക്കേഷൻ ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. എല്ലാ കമന്റ്സുകളും റിപ്ലൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചോ മ്യൂച്വൽ ഫണ്ടോ ETF സ്റ്റോക്സ് വിഷയമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോയിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. വരും ദിവസങ്ങളിൽ അതിൽ റെലവന്റ് ആയ ടോപ്പിക്സ് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ല പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാനും അതുവഴി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നല്ല ഒരു ക്യാപിറ്റൽ, നല്ല ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലോട്ട് എത്തിച്ചേരാനും നമുക്ക് നല്ല ഫണ്ട് സെലക്ഷൻസും പ്രോപ്പർ മാനേജ്മെന്റും ചെയ്യുന്നതിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല ഒരു വീക്കെൻഡും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ
നിങ്ങൾ തരുന്ന കമന്റിനനുസരിച്ച് അതിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ഓരോ ടോപ്പിക്കുകളുടെ വീഡിയോസായിട്ട് നമുക്ക് കാണാം.